നമ്മുടെ വീട്ടിലുള്ള ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആരോഗ്യത്തോടു കൂടി തഴച്ചു വളരാനായിട്ടും നിറയെ പൂമുട്ടുകളും പുതിയ ഇലകളും പുതിയ പൂക്കളും ഒക്കെ വരാനായിട്ട് നല്ലൊരു പോട്ടി മിക്സ് നല്ലൊരു വളക്കൂറുള്ള മണ്ണ് ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ല ഫെർട്ടിലൈസർ ആവശ്യമാണ്. അത് നമുക്ക് പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ ലിക്വിഡ് രൂപത്തിലും ഒക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റേതായിട്ടുള്ള രീതിയിലും സമയത്തുമൊക്കെ ഇത് കൊടുത്താൽ മാത്രമേ ആ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. റോസ പോലുള്ള ചെടികൾ പ്രത്യേകിച്ച് ഒരുപാട് വളങ്ങൾ ആഗ്രഹിക്കുന്ന ചെടിയാണ്. അതിൻ്റെ അതാത് കറക്റ്റ് സമയത്ത് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ നല്ല പ്രോട്ടീനും വൈറ്റമിൻസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മുടെ ചെടിക്കും അത്യാവശ്യമാണ്. എന്നാൽ ആ ഒരു ചെടി ആരോഗ്യത്തോടു കൂടി വളരത്തുള്ളൂ. ഇങ്ങനെ ഓരോ വളങ്ങൾ കൊടുക്കുന്നത് മൂലം നമ്മുടെ ചെടിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇത് ആഴ്ചയിൽ 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു വെയിലുള്ള സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെടിക്ക് നല്ല ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഫെർട്ടിലൈസറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം. ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്ന മൂലം ഒരുപാട് നല്ല ജീവാണുക്കളെ നമ്മുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ ഒരു മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ആ ഒരു ചെടി ഹെൽത്തി ആയിട്ട് വളർന്നിട്ട് നമ്മുടെ ആ ഒരു ചെടിയിൽ പൂക്കളും മൊട്ടുകളും ഒക്കെ ധാരാളം ഉണ്ടാകുന്നു. ഏത് ചെടിക്കും കൊടുക്കാവുന്നതാണ്. പൂക്കളുണ്ടാവുന്ന ഏത് ചെടിക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് മുല്ല, അതുപോലെ തന്നെ ഓർക്കിഡ് ചെടികൾ, അതുപോലെ തന്നെ നമ്മുടെ ബോഗൺവില്ല, ഏത് ചെടിക്കും കൊടുക്കാം. ഒരു കുഴപ്പവുമില്ല. ഇത് കൊടുക്കേണ്ടതായിട്ടുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചെടി നന്നായിട്ട് വളർന്നിട്ട് നല്ലപോലെ പൂക്കളും മുട്ടുകളും ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇത് കാണണം. ഞാൻ എൻ്റെ ഈ ഒരു ഓർക്കിഡിന് ഇത് ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇതുണ്ട്, ഇഷ്ടം പോലെ ബ്രാഞ്ചസ് വന്നിട്ട് ഇതുണ്ട്, നമ്മുടെ പൂക്കൾ ഉണ്ടാവാനുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിറയെ തൈകൾ, ഇങ്ങനെ തൈകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു തൈയെ കട്ട് ചെയ്ത് എടുത്ത് വേറെ ചെടിച്ചെടിയിലാക്കി പിടിപ്പിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഓർക്കിഡ് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ നല്ലപോലെ ആർത്ത് വന്നു. നമ്മൾ ആ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ഇതുണ്ട്, ഇതിൽ നിന്ന് നിറയെ ഇപ്പോൾ പൂക്കളൊക്കെ ഇടുന്ന ഒരു സമയം ഉണ്ടാകാൻ തുടങ്ങുന്ന സമയത്ത് നിറയെ പൂക്കളും ഉണ്ടാവും. കേട്ടോ, നല്ലപോലെ നല്ല പന പോലെ നല്ല കാട് പോലെയാണ് ഇത് നല്ലപോലെ പിടിച്ചിരിക്കുന്നത്, കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ലപോലെ വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പല പല ഫെർട്ടിലൈസറും ഉണ്ട്. അതിൻ്റെയൊക്കെ ഓരോ ഫെർട്ടിലൈസറിൻ്റെയും ലിങ്ക് തയ്യാറാക്കിയ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട്, പുതിയ ആൾക്കാരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അതൊക്കെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ എനിക്ക് കുറച്ച് ഓർക്കിഡുണ്ട്. അപ്പം ഇതുപോലെ നന്നായിട്ട് നല്ല പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു ആ ഒരു വളം ഒഴിച്ചു കൊടുത്തപ്പോൾ. അപ്പം നമ്മൾ നിസാരമെന്ന് തള്ളിക്കളയുന്ന നമ്മുടെ വീട്ടിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരും. അതുപോലെ നിറയെ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് ഒരു ചെറിയ ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും നല്ലപോലെ തിങ്ങി നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടാനായിട്ട് നമുക്ക് ആ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സമയം കളയാൻ ആ ഫെർട്ടിലൈസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക്. ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ദോശമാവാണ്. നിങ്ങളുടെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ദോശമാവ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ദോശമാവ് ബാക്കി വന്നാൽ കളയരുത്. ഇത് നമ്മൾ നല്ലൊരു ഫെർട്ടിലൈസർ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ചെടികളിലെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുകയും നല്ലപോലെ ചെടി ഹെൽത്തി ആയിട്ടും ആരോഗ്യത്തോടു കൂടിയും വളർന്ന് നിറയെ പൂക്കളും പൂമുട്ടുകളും തരാൻ സഹായിക്കുന്നു. ഈ ഒരു നല്ലപോലെ നമ്മളിത് വെച്ചതിന് ശേഷം 3 ദിവസം പുളിപ്പിച്ചാണ് എടുത്തേക്കുന്നത്. പുളിപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. പുളിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പുളിക്കുന്നത് മൂലം ഇതിൽ നല്ല ബാക്ടീരിയ, നല്ല ജീവാണുക്കൾ ഇതിലുണ്ടാകുന്നു. അത് നമ്മുടെ മണ്ണിൽ നല്ല വളർച്ചയെ വളക്കൂറുള്ള മണ്ണാക്കിയിട്ട് നമ്മുടെ ചെടി നല്ലപോലെ വളരാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ ഇതിൽ ഞാൻ 50 ml 5 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് കറക്റ്റ് അളവാണ് എടുത്തേക്കുന്നത്. 50 ml മാത്രം മതി. 5 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ധാരാളം ചെടികൾക്ക് കൊടുക്കാനുണ്ട്. അത് ഡൈല്യൂട്ട് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് ഇത് ഓരോ കപ്പ് വീതമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കേണ്ട സമയം എന്ന് വെച്ചാൽ ഓടിച്ചെന്ന വെയിലത്തൊക്കെ ഉള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കരുത്. ഒന്നെങ്കിൽ രാവിലെ വെയിൽ വരുന്നതിന് മുമ്പ് ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ വൈകുന്നേരം 5 മണി കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ചെടിച്ചട്ടിയിൽ ഡ്രൈ ആയിരിക്കണം. അതായത് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് വെക്കരുത്. ഈ ഒരു വളം മാത്രമേ നമ്മൾ ആദ്യമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതിനുശേഷം നിങ്ങൾ അതിലേക്ക് പിന്നെയും വെള്ളം കൊണ്ട് ഒഴിക്കരുത്. ഇത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം
ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിറ്റേന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാലേ ആ ഒരു ചെടിയിലേക്ക് ഈ വളം ചെന്നിറങ്ങിയിട്ട് ചെടിയുടെ വേരുകളിലും തണ്ടുകളിലും കൂടെയൊക്കെ ചെന്നിട്ട് ആ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് വളം വലിച്ചെടുത്ത് ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ട് നിറയെ പൂക്കളും പൂമുട്ടുകളും ഉണ്ടാവാൻ സഹായിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് ഓർക്കിഡിന് വളരെയധികം നല്ലതാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. ഓർക്കിഡിനും റോസയ്ക്കും ഒക്കെ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓർക്കിഡൊക്കെ നല്ലപോലെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിട്ട് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവാൻ വളരെയധികം സഹായിക്കുന്നു. പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ റോസാ ചെടിയൊക്കെ നിറയെ പൂക്കളും മുട്ടുകളും ഉണ്ടാവാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. 15 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.